മക്കളെ, ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് തിരുവചനം കേൾക്കുവാനായിട്ട്. വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മൾ ഈ പ്രയർ ലിങ്ക് ഷെയർ ചെയ്ത് സർവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു വലിയ ആത്മീയ മുന്നേറ്റത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 2 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും സത്യം അറിയണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? ഒരാളെ പിടിച്ച് വലിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ പരിശ്രമിക്കണം. അപ്പോഴാണ് രക്ഷയിലേക്കും സത്യത്തിലേക്കും നമുക്ക് കടന്നു വരാൻ സാധിക്കുക. ഈ ദിവസം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ മക്കളോട് വചനം പറയുമ്പോൾ, ആരാണ് നരകത്തിലേക്ക് പോകുന്നത്? ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണേ. ഒന്ന്, സ്വന്തം തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് വരാൻ പറ്റില്ല. 2, സ്വർഗത്തെയും ദൈവത്തെയും മനഃപൂർവമായിട്ട് വേണ്ടെന്ന് വെക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് വരാൻ പറ്റില്ല. 3, നരകത്തെയും പിശാചിനെയും സുബോധത്തോടെ തിരഞ്ഞെടുക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. 4, അവസാന നിമിഷത്തിൽ പോലും പശ്ചാത്തപിക്കാൻ സാധിക്കാത്തവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. അവസാനമായി, പിശാചുമായി ഉടമ്പടി ചെയ്തവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. യേശു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യമറിയണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ വശത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ദൈവം മനുഷ്യനെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.